ഈ ഡേറ്റ് എനിക്ക് അളിയനെ തീരെ വിശ്വാസമില്ല. അളിയനൊന്ന് പോയേ, ഷോർട്ട് ഫിലിം പരിപാടിയൊക്കെ അങ്ങനെ പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം നായികയുടെ കൂടെ എനിക്ക് സീനുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോരത്തിന്റെ പെൺവേഷം കെട്ടി ഞാൻ പറ്റിച്ചില്ലേ. എന്നാലേ ഇപ്രാവശ്യം അങ്ങനെയല്ല. അളിയനെ ഈ സിനിമയ്ക്കകത്ത് നായികയുണ്ട്, അതും ബാംഗ്ലൂരിൽ നിന്ന്. എനിക്ക് നായികയെ ഞാനൊക്കെ ആയിരിക്കുമല്ലേ? അളിയൻ പെർഫെക്റ്റ് അല്ലേ? മേക്കപ്പ് ചെയ്യണ്ടല്ലോ. എന്നാ പിന്നെ കാശി വിഷയാക്കണ്ട, അളിയൻ തുടങ്ങിയോ? ഓക്കെ അളിയ. പിന്നെ ഈ ബാംഗ്ലൂരിൽ നിന്ന് അളിയന്റെ നായിക പറന്നെത്തും. ഉറപ്പ്. മണ്ടൻ വീണ്. ഇതൊരു റിയലിസ്റ്റിക് മൂഡുള്ള ഫാന്റസി ത്രില്ലറാണ്. മറ്റ് സംവിധായകർ കൈവയ്ക്കാത്ത ഒരു മേഖലയാണ് ഇത്. ലോക്കലീസ് ഇന്റർനാഷണൽ എന്നാണല്ലോ, ഒരു പക്ക ലോക്കൽസിന്റെ കഥയായിരിക്കും ഇത്. ഇതിലെ വില്ലൻ എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള വെറും പിച്ചക്കാരാണ്, നല്ല ഒറിജിനൽ പിച്ചക്കാർ. പക്ഷേ നേരാമെണ്ണം എഴുന്നേറ്റ് പിച്ചേണ്ടാൻ പറ്റാത്ത ഒറിജിനൽ പിച്ചക്കാരൻ നമ്മളോട് പോയി തപ്പാനാ. അല്ലിപ്പോ കിട്ടിയാൽ തന്നെ ഇയാളല്ലേ ഡയറക്ടർ. അതെനിക്ക് വിട്ടേക്ക്, ബാക്കിയെല്ലാം സെറ്റാണ്. നല്ല ഒറിജിനൽ പിച്ചക്കാരതാ ഇവൻ കൊണ്ടുതരും. കൊണ്ടുവരും. ബ്രോ പറഞ്ഞത് 2 പിച്ചക്കാരല്ലേ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലോഡ് പിച്ചക്കാരെ. നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. താങ്ക് യു. പിന്നെ ബ്രോ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമ്മുടെ പടത്തിലെ സണ്ണി ചേച്ചി അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. സണ്ണി ചേച്ചി നമ്മുടെ പടത്തിൽ? നീ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട, ഞാൻ കാര്യം പറഞ്ഞതാ. മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഇതൊക്കെ. ഇത് ഉള്ളതാണോ ഇല്ലാത്താണോ എന്നൊക്കെ ആര് നോക്കാനാ? ഇക്കാലത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയാലേ അവന്മാരിതൊക്കെ ഷെയർ ചെയ്ത് വൈറലാക്കിക്കോളും. എന്താളിയാ? നല്ല ഐഡിയ അല്ലേ? എന്താണോ ലൈറ്റർ വല്ലുണ്ടോ? മതി ഉണ്ടോ? ഇതില് മണ്ണെണ്ണ ഇല്ലടോ. മണ്ണെണ്ണ? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പടത്തിലെ മെയിൻ വില്ലൻ ഇതാണ്. നമ്മുടെ പടത്തിലെ വില്ലൻ? അതെ, എന്റെ പേര് ഷിബു. ഞാനൊരു സീരിയസ് ഫിലിം മേക്കറാണ്. അറിയില്ല? ഷിബു. താൻ ഇതിനകത്തൊരു വില്ലൻ വേഷം ചെയ്യണം. ഞാന് ചെയ്യും. പിന്നെ ചെയ്യാതെ. ഓക്കെ. ഈ ഫ്രെയിം എങ്ങനെയുണ്ട്? നാരായണൻ ഫ്രെയിം ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഷോട്ടല്ല ആവശ്യം. എനിക്ക് നന്നായി മൂവ് ചെയ്യണം, നല്ല ക്ലാസ് ഷോട്ടാണ് ആവശ്യം. എന്റെ പനി എന്ന് പറഞ്ഞാലേ അതിന് ജിപ്പും ക്രെയിനും ഒക്കെ വേണം, എന്നാലേ നമ്മൾ വിചാരിച്ച പോയിന്റ് കിട്ടത്തുള്ളൂ. അതിനുള്ള ബഡ്ജറ്റ് ഇയാടെ കയ്യിൽ ഇല്ലെന്നല്ലേ ഈ പറയുന്നത്? നാരായണൻ ഇപ്പൊ എന്താ വേണ്ടത്? ക്യാമറ മൂവ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങോട്ട് നോക്കും. ഈ പടലോ നാരായണ ഈ ക്യാമറ എടുത്ത് അതിന്റെ തുമ്പത്തിരിക്കാം, അവന്മാരത് പുറകിലോട്ട് വലിക്കും. അതാണ് നമ്മുടെ ട്രാക്ക് ആൻഡ് ട്രോളി. എന്തെങ്കിലും പിന്നെ ട്രെയിനിലുള്ള കപ്പിയും ബക്കറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ വരും. അതെ, ഉച്ചയ്ക്കുള്ള ചോറ് വന്നില്ലെങ്കിലേ ഞങ്ങളുടെ പാട്ടിന് കൂട്ടാ. ചോറിന്റെ കാര്യം പറയാനുള്ളൂ. ഇപ്പഴല്ലേ കഴിച്ച് ചോറിഞ്ഞ് വരും. അവിടെ പോയിരിക്കും. പക്കാ സെറ്റ്. അത് പിന്നെ നായിക വന്നില്ല. നായിക ഓൺ ദ വേ ആണ്. ഡയലോഗ് ഉണ്ടല്ലോ, റിഹേഴ്സലൊക്കെ. അതെന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ നായിക ഭയങ്കര തിരക്കുള്ള നായിക, സെറ്റ് ടു സെറ്റ് ഓട്ടത്തിലാണ്. ഇപ്പത്തും കണ്ട നായിക വന്നു. അളിയനോടക്ക് ഞാൻ പോയിക്കൊണ്ടിരാം. പോയിട്ടോ. ഇത് തന്നെയാണ് ഞാൻ കൂലിയൊന്നുമല്ല, ഈ സിനിമയിലെ നായകനാണ്. ഹീറോയിന്റെ ഹെയർ ഡ്രസ്സർ ആയിരിക്കും അല്ലേ? ഞാനോ ഹെയർ ഡ്രസ്സറോ? ഞാനാ നായിക. കാരവനൊന്നും ഇല്ലേ ചേട്ടാ? കാരവനാ അപ്പുറത്തെ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയിക്കാണ്. തൽക്കാലം ഈ ഓട്ടോയുടെ കാശൊന്ന് സെറ്റിൽ ചെയ്തു. ഈശ്വര, ബാംഗ്ലൂരിന്ന് ഓട്ടോറിക്ഷക്കാണ് വന്നാണത്. ചേട്ടൻ ഇതിലെ ബാബും ക്ലാരയായിട്ടുള്ള ബന്ധറിഞ്ഞ് ചേട്ടൻ അവളെ റേപ്പ് ചെയ്യാൻ പോകുന്നു.
ഞാനാ ബലാത്സംഗമാണോ? അതിന് ഞാൻ എക്സ്പെർട്ട്. ഞാൻ ചേട്ടൻ വേറെ 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 ബലാത്സംഗം ചെയ്യാനായി ചേട്ടൻ നേരെ ക്ലാര എടുത്ത് ചെല്ലുകയാണ്. ആരെ ക്ലാര? ക്ലാര നമ്മുടെ ഹീറോ ദേ നിക്കണ കൊച്ചു. ഇവളാണ്. ആ അപ്പോഴാണ് ബാബു കടന്നു വരുന്നത്. ബാവു ആ അതേതാന്നറിയില്ല. ആഹാ അത് ശരി. പ്രൊഡ്യൂസറൊക്കെ ഇരുന്ന് അറിയുന്നൊക്കെ വിളിച്ചാണ്ടല്ല അടിച്ചിന്റെ മോന്ത്ര ഷേപ്പാ മാറ്റും. ഞാൻ ഒരുപാട് അടിയിടിയും വെട്ടും കുത്തും ഒക്കെ കൊണ്ടവനാണോ ചൂലേ? നിനക്ക് കാണൂടാ. റെയിൽവേ ട്രാക്ക് അവന്റെയൊക്കെ കോത്താരത്തെ ഒരു സിനിമ പിടുത്തം. അളിയോ അളിയാ എടപ്പാ. ഇന്ന് എനിക്കറിയണം അളിയനെ എന്റെ കൂടെ ആണോ അല്ലെങ്കിൽ ആ തെന്റെ കൂടെ ആണോ? ഈ ഷൂട്ട് ചെയ്യണവരൊന്ന് വെയിറ്റ് ചെയ്യാളിയാ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അവനെ എന്ത് മണ്ടൻ വിശ്വസിച്ച്. എന്തായാലും കുറച്ച് പൈസ ഇറങ്ങിയല്ലേ, പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. പിന്നെ നമുക്ക് ശരിയാക്കാം. ശരി ശരി. പെങ്ങളോട് ചോദിച്ചറിയാം. സാമ്പാറിന് കൂടിപ്പോയെന്ന് പറഞ്ഞോണ്ടേ 5 ദിവസം വേണമെങ്കിരുന്നേ. എന്നാടാ? അല്ല എന്റെ ആദ്യത്തെ സിനിമയാണേ. സാർ എന്നെ അനുഗ്രഹിക്കണം. മറ്റേ കാലവിടെ സാർ ഓക്കെ, അങ്ങനെ വഴിക്ക് വാ. നിങ്ങൾ എന്നോട് സാരിച്ചിരുന്നാലേ എനിക്ക് നിങ്ങളോട് സാരിച്ചിരിക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. അല്ലാതെ കിടന്ന് അതെ ഞാൻ പറഞ്ഞു. അതെ, എന്റെ കൂടെ നിന്നാ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടൊന്നുള്ള പോലെ ധൈര്യമായിട്ട് വെക്കൂ. ശരി. എല്ലാ അനുഗ്രഹം ഉണ്ടാവും. ഓക്കെ, സമാധാനമായിട്ട് ഡീൽ കുഞ്ഞുങ്ങള് കിട്ടേണ്ടത് കിട്ടിയപ്പോ നന്നായി അവന്മാര്. ഓപ്പൺ ഉണ്ടല്ലോ ഓക്കെ. ഞാനിവിടെ അവിടേക്കാ. എന്താണോ കാണിക്കുന്നത് പിന്നെ വലിക്ക് അവിടെ നിർത്ത്. ഇയാൾക്ക് ഒറിജിനൽ എടോ ആദ്യം ആ സ്പോട്ടിൽ നിക്ക്. ഓക്കെ ആക്ഷൻ. ചേട്ടാ പൊക്കോ 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 ഇടാ, പൊക്കോ. ആ പൊക്കോ. ഓക്കെ അല്ലേ അളിയാ? എൻട്രി എൻട്രി. അയ്യോ അളിയാ അങ്ങനെ നീ വന്ന് കളിക്കാണെന്നാ? കട്ടി. അല്ല ചേട്ടാ അതെ പിന്നെ ക്യാമറ ആക്ഷൻ. അളിയാ എൻട്രി. മലത്തടിക്കലേ അതന്നെ മലത്തടിക്കൽ. നോക്കാനൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ച് എന്നെ പറഞ്ഞു ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അളി എന്താ ഈ കാണിക്കുന്നത്? മലത്തെടുക്കാൻ വന്നോണ്. ഇയാളൊന്ന് മലത്തി അടിക്കാൻ പറഞ്ഞു ഇവിടെ കിടന്ന് ചവിട്ട് കാണാൻ കളിക്കുന്നു. അല്ല ഡോ ഡോ അതായത് എന്താ എത്ര റിഹേഴ്സൽ ചെയ്താ വീടെടുത്ത് താഴ്ത്തിറോ? ഇവിടെ ഒരു എഫക്ട് ഇട്ടിട്ടോ? അതല്ലേ വലിക്കുന്നേ. ഇതാണോ എഫക്ട്? അവിടെയല്ല എഫക്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. എന്നാ ചെയ്യണ്ടേ? കാണിച്ചാ പോരെ? ആ, അവിടെ എടാ ആ ബീഡി കണ്ടിന്യൂറ്റി അത് ഞാൻ അവിടെ നിർത്തോളാം. നമുക്ക് വേറെ വീഡിയോ വാങ്ങിക്കാം. വാ. ചേട്ടാ പോയി കറക്റ്റ് ആയിട്ട് നിന്നോളാം ചേട്ടാ. ആ, ഇങ്ങോട്ട് വാ. അളിയാ കണ്ട് പഠിക്ക്. വാ, ഇങ്ങോട്ട് കേറി. ഇവിടെ നോക്ക്. ഇത് കണ്ട ഇതുപോലെ ശരിക്കും പഠിച്ചോടാ. ഒന്നുകൂടെ അല്ല ഇത് റിഹേഴ്സലാണ് റിഹേഴ്സൽ. കണ്ട ഇതുപോലെ പിടി. വളരെ കൈ ഒന്ന് കൊള്ളായിരുന്നുട്ടാ. ഉണ്ടോ പുള്ളിയുടെ പറഞ്ഞു കേട്ടോ. ഇയാൾ എത്ര നേരം തെറ്റിച്ചേ? ഡോ ഡോ അഭിനയ അടിപൊളിയുണ്ട്. നമുക്കിത് ടേക്കിൽ ചെയ്യണം, മനസ്സിലാ? കണ്ടുപിടിക്ക് കണ്ടുപിടിക്ക്. എവിടെ എഴുന്നേറ്റ് പോടോ. കളയില്ലെന്ന് പറ. ശിബു ചേട്ടാ അടവാണ് അടവാണ്. ചേട്ടാ ഡോടോ എഴുന്നേറ്റോ. കാറ്റ് പോയെന്നാ തോന്നണേ. അളിയാ ശരിക്കും എന്ത് ഇല്ലളിയാ? നിങ്ങൾ അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ വേഗം ഒരു വണ്ടി പിടിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ നോക്കാം. കാറ് വേണ്ട, നടി വന്ന ഓട്ടോറിക്ഷ എടുപ്പുണ്ട്. അത് പോയില്ലേ? ഇല്ല പൈസ കൊടുക്കാണ്ട് പോകില്ലെന്ന് പറഞ്ഞു. നീ എന്താണ്